ഹലോ, പപ്പയും മക്കളും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫിന്റെ സ്റ്റ്യൂ ആണ്. അപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ആക്കണേന്. അപ്പൊ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പട്ട, കുരുമുളക്, ഏലക്ക, ജീരകം, കറയാമ്പ് എല്ലാം ഇടാം. അപ്പം അത് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, 2 കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് വഴറ്റി വരാൻ നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. സവാള എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അല്പം വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി. നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു അല്പം കുരുമുളക് പൊടി, ഒരല്പം നമ്മളിവിടെ തന്നെ പിടിച്ച ഗരം മസാല പൊടിയും കൂടി ഇടാം. വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാല് പിഴിഞ്ഞ് വെച്ചേക്കണം 3-ാം പാല് ഒഴിക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കുക, ഉടഞ്ഞു പോകാണ്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഒരുപാട് വേകാനൊന്നുമില്ല. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമ്മൾ വേവിച്ചാണല്ലോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് 1-ാം പാൽ ഒഴിക്കാം. നല്ല കട്ടിയുള്ള 1-ാം പാൽ. 1.5 തേങ്ങയുടെ പാലാണ് കേട്ടോ. അപ്പോൾ ഇത് 1-ാം പാൽ വെച്ച് കഴിഞ്ഞാൽ തിള വരണ്ട. ഒരു ഇത്തിരി കോൺഫ്ലവർ കലക്കിയത്, 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് തേങ്ങാപ്പാലിൽ നമുക്ക് ഒഴിക്കാം. തിള വന്നുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇത്തിരി അല്പം ഉപ്പ് കുറവുണ്ട്, അത് നമുക്കിടാം. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില ഇടാം. അപ്പം നമ്മുടെ ബീഫ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ട് കിസ്മസ് വണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തിടാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പിടാം. നെയ്യ് അതൊന്ന് പയ്യെ മൂത്ത് വരുമ്പോൾ നമ്മുടെ കിസ്മസ് ഇടാം. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റ്യൂവിൻ്റെ ഇതിലേക്ക് ഇടാം. അപ്പം നമ്മുടെ നല്ല ബീഫ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നിൽക്കട്ടെ. ഇഷ്ടം അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.